മകരവിളക്ക് ദർശനത്തിന് മുന്നോടിയായി ശബരിമലയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞ ദിവസം അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം യാത്ര തുടങ്ങി. നാളെ മുതൽ തീർത്ഥാടകർക്ക് മല കയറുന്നതിനും നിയന്ത്രണം. ശബരിമല സന്നിധാനത്ത് എത്തുന്നവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇനി മകരവിളക്ക് ദർശനവും ഒപ്പം മകര സംക്രമ പൂജയുമാണ്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം രാത്രി വരെ ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. നല്ല തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എരുമേലി പേട്ടതൊഴിലും ഒപ്പം തിരുവാഭരണ ഘോഷയാത്രയിലും പങ്കെടുത്ത തീർത്ഥാടകർ കൂട്ടം കൂട്ടമായി ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷം ശബരിമല സന്നിധാനത്തേക്ക് വരുന്ന തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ടാവും. കാരണം ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മല കയറുന്നതിന് നാളെ മുതൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് മുന്നോടിയായുള്ള പൂജകളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നിരവധി സ്ഥലങ്ങളിൽ, അതായത് മകരവിളക്ക് കാണാൻ കഴിയുന്നത് ശബരിമല സന്നിധാനത്ത് മാത്രമല്ല, മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പമ്പ ഉണ്ട്, അതുപോലെ പുല്ലുമേടുണ്ട്, നിലയ്ക്കലുണ്ട്. പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയിലെയും ഇടുക്കി ജില്ലയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ തീർത്ഥാടകർ എത്തിച്ചേരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് അവിടെയെല്ലാം തന്നെ വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഇന്നലെ രാത്രി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ തങ്ങിയതിനു ശേഷം വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ലാഹ സത്രത്തിൽ എത്തിച്ചേരും. പരമ്പരാഗത കാനന പാതയിലൂടെയാണ് തിരുവാഭരണ ഘോഷയാത്ര മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ലാഹ സത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയോടെ വലിയാനവട്ടത്ത് എത്തിച്ചേരും. അവിടെ വെച്ചാണ് പമ്പയിലുള്ള അയ്യപ്പഭക്തരും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളും ചേർന്ന് സ്വീകരണം നൽകുക. തൊട്ടു പിന്നാലെ വീണ്ടും യാത്ര തുടങ്ങും. നീലിമല വഴി അപ്പാച്ചിമേട് വഴി നേരെ എത്തുന്നത് ശരംകുത്തിയിലാണ്. ശരംകുത്തിയിൽ വെച്ചാണ് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. പിന്നീട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തീവട്ടിയുടെ വെളിച്ചത്തിലൊക്കെ തന്നെ ദീപപ്രഭയിലൊക്കെ തന്നെ ഈ തിരുവാഭരണത്തെ ശബരിമല സന്നിധാനത്തേക്ക് ആനയിച്ചു കൊണ്ടുവരും. പിന്നീട് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയും പിന്നീട് അതിനു തൊട്ട് പിന്നാലെ മകരവിളക്ക് ദർശനവും നടക്കും. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു.